കണ്ണൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതൊരു ഗംഭീരം തന്നെയാണല്ലേ. വെണ്ണക്കണ്ണൻ വീട്ടിലെത്തിയപ്പോൾ ഒരു അത്ഭുതത്തിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ആരാണെന്ന് ഞാൻ നോട്ട് ചെയ്തില്ല കേട്ടോ. എന്തായാലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു കേട്ടോ. ആദ്യമേ ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു. ഉടനെ കുട്ടിയൊന്നും വേണ്ട, അവളുടെ പഠനമാണ് ഇപ്പോൾ പ്രധാനം. പക്ഷെ ജീവിതം നമ്മുടെ കയ്യിലല്ലല്ലോ. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു കുഞ്ഞെന്ന ചിന്ത പതുക്കെ വളർന്നു. അത് പിന്നീട് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. അതിനുശേഷം ഓരോ മാസവും പ്രഗ്നൻസി ടെസ്റ്റ് നോക്കും. ഫലം എല്ലായ്പ്പോഴും നെഗറ്റീവ്. വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടുന്നത് ഞങ്ങളെ ആകെ ടെൻഷനിലാക്കി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ചിന്ത വരെ മനസ്സിൽ വന്നു. അങ്ങനെ 5 മാസം കടന്നുപോയി. അങ്ങനെ ഇരിക്കെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി തൊഴുതു കേട്ടോ. അത് ഏവൂർ കൃഷ്ണന്റെ അമ്പലം ആയിരുന്നു. ഉണ്ണിക്കണ്ണനെ തൊഴുതു പുറത്തിറങ്ങിയപ്പോൾ അവിടെ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരിടം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് അവിടേക്ക് ചെന്നു. അവിടെ വെച്ച് വെണ്ണകെട്ട് തിന്നുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ഞങ്ങളെ നോക്കിയിട്ട് ചിരി തൂകി നിൽക്കുന്നത് പോലെ തോന്നി. കണ്ട മാത്രയിൽ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു അച്ഛൻ്റെ വാത്സല്യം ഉടലെടുത്തു. അതുപോലെ തന്നെ അവൾക്കും തോന്നി. അവൾ ആ വെണ്ണക്കണ്ണനെ കയ്യിലെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ആ കണ്ണനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഒരു വിളക്ക് കത്തിക്കുന്ന ചെറിയ ഇടമുണ്ട്. അവിടെ എൻ്റെ കണ്ണന് ഇരിക്കാനൊരു സ്ഥാനം ഒരുക്കി. ഹരേ കൃഷ്ണ ദിവസം തോറും അവൻ്റെ മുന്നിൽ വിളക്ക് വയ്ക്കും, പ്രാർത്ഥിക്കും. എൻ്റെ സന്തോഷവും സങ്കടവും എൻ്റെ എല്ലാ പരാതികളും പ്രതീക്ഷകളും എല്ലാം എൻ്റെ കണ്ണനോട് പറയും. അങ്ങനെ 2-3 ആഴ്ചകൾ കടന്നുപോയി. അപ്പോഴേക്കും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6-ാം മാസം തുടങ്ങി. വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയിട്ടോ പോസിറ്റീവ്. ആ നിമിഷം ഞങ്ങൾ ഇരുവരും കരഞ്ഞും ചിരിച്ചു നിന്നു. വെണ്ണക്കണ്ണൻ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കാനാണ് മനസ്സിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നു. കണ്ണൻ തന്നെ. സർവം കൃഷ്ണാർപ്പണം. ഹരേ കൃഷ്ണ. ഒരു പുതിയ ജീവിതം തുടങ്ങിയ കപ്പിൾസിൻ്റെ സന്തോഷകരമായിട്ടുള്ള ജീവിതം അല്ലേ, അനുഭവം. എന്താ കഥ. കണ്ണനിത് കേൾക്കുന്നുണ്ടാവും. കണ്ണന് സന്തോഷമാവും, നിങ്ങൾക്ക് അമ്മമാർക്കും ഒക്കെ സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു അനുഭവം. ഒന്നും പറയാനില്ല. എല്ലാവരിലേക്കും എത്തിക്കുക. കമൻസിലൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. പിന്നെ ഗ്രൂപ്പിൽ വരുന്ന അറിയാലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിലൊക്കെ. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.